പ്രിയ പ്രേക്ഷകരെ, ന്യൂസ് മലയാളത്തിന് അഭിമാനത്തിൻ്റെ ദിവസമാണ്. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് മറ്റാർക്കും അവകാശപ്പെടാനാവാത്തൊരു ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ടെലിവിഷൻ ചാനലുകളുടെ സ്വീകാര്യത നിർണ്ണയിക്കുന്ന ആദ്യ ബാർക്ക് റേറ്റിംഗിൽ തന്നെ 6ാം സ്ഥാനം സ്വന്തമാക്കി ന്യൂസ് മലയാളം യാത്ര തുടരുകയാണ്. 2024 മെയ് 29 സംപ്രേഷണം തുടങ്ങിയ ന്യൂസ് മലയാളം 24x7 ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഈ വിധം മികച്ച നേട്ടം കൈവരിക്കുന്ന ആദ്യ മലയാളം ന്യൂസ് ചാനൽ കൂടെയാണ്. വാർത്തയെ വസ്തുനിഷ്ഠമായി സമീപിക്കുന്നതാണ് ഞങ്ങളുടെ രീതി. കാട്ടിക്കൂട്ടലാകാത്ത ക്വാളിറ്റി റിപ്പോർട്ടിങ്ങിനും ഡാറ്റ ജേർണലിസ്റ്റിനും വസ്തുതാ വിശകലനത്തിനും ഇപ്പോഴും സ്വീകാര്യതയുണ്ട് കേരളത്തിൽ എന്ന് തെളിയിച്ചത് നിങ്ങൾ പ്രേക്ഷകരാണ്. പൊതുധാരണകളെന്ന വ്യാജ പ്രതീതികൾക്കൊപ്പം നീന്താതെ ശരിയായ വിശകലനത്തിലൂടെ ശരിയായിലേക്ക് എത്തിച്ചേരുന്നതാണ് ഞങ്ങളുടെ വാർത്താ ദർശനം. നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടരാം. ആദ്യം ഞങ്ങളുടെ റേറ്റിംഗ് സന്തോഷം പങ്കുവെക്കുന്ന RDX റാപ്പ് കാണാം. ശേഷം ഈ റേറ്റിംഗ് കണക്കാക്കുന്നത് എങ്ങനെ എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ പരിശോധിച്ചു പോകാം. ക്വാളിറ്റി ജേർണലിസ്റ്റിലുള്ള വിശ്വാസമാണ് ന്യൂസ് മലയാളത്തിൻ്റെ വാർത്താബോധ്യങ്ങളെ നയിക്കുന്നത്. എന്തിൻ്റെയും മറുവശം കൂടി പറയുമ്പോഴാണ് വാർത്ത പൂർണ്ണമാവുക എന്ന് ഞങ്ങൾ കരുതുന്നു. വസ്തുതാധിഷ്ഠിത റിപ്പോർട്ടിങ്ങും നേർപക്ഷം ചേരുന്ന വിശകലന പരിപാടികളും കൈമുതലാക്കിയാണ് ന്യൂസ് മലയാളത്തിൻ്റെ റേറ്റിംഗ് ചാർട്ടിലെ ഈ മുന്നേറ്റം. ബാർക്ക് റേറ്റിംഗിൽ 4 മുഴുവൻ സമയ വാർത്താ ചാനലുകളെ പിന്തള്ളി 6ാമത്, നഗരപ്രദേശങ്ങളിലെ റേറ്റിംഗിൽ 6 ചാനലുകളെ പിന്തള്ളി 4ാമത്. വാർത്തയിൽ ഇടപെടൽ നടത്താൻ തയ്യാറല്ലാത്ത മാനേജ്മെന്റും ഏറ്റവും മികച്ച ടെക്നിക്കൽ ടീമും ചേരുമ്പോൾ വാർത്താ വിഭാഗത്തിന് കൂടുതൽ കരുത്ത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന RDX അടക്കം ഞങ്ങൾ വിഭാവനം ചെയ്തത് ഡാറ്റ ജേർണലിസം എന്ന ആശയത്തിലാണ്. റേറ്റിംഗിലെ ഈ നേട്ടം ന്യൂസ് മലയാളത്തിനൊപ്പം നിന്ന പ്രേക്ഷകർ നൽകുന്ന വലിയ ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾക്കറിയാം. ആ വിശ്വാസം 1000 മടങ്ങായി ഞങ്ങൾ തിരികെ തരുമെന്ന് ഉറപ്പ്. പ്രേക്ഷകരോട് മാത്രമാണ് ന്യൂസ് മലയാളത്തിന് പ്രതിബദ്ധത. RDX റാപ്പ്, ന്യൂസ് മലയാളം. പ്രേക്ഷകർക്ക് നന്ദി പറയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അവസാന ഭാഗത്തെ കർത്തവ്യം. ബാർക്ക് റേറ്റിംഗ് എന്താണെന്നൊക്കെ ശരിക്കും ആളുകൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ആദ്യ ബാർക്ക് റേറ്റിംഗിൽ തന്നെയാണ് ന്യൂസ് മലയാളത്തിന് 6ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി റേറ്റിംഗ് ചാർട്ടിലുള്ള 4 ന്യൂസ് ചാനലുകളെ ഞങ്ങൾ പിന്നിലാക്കി ആദ്യ ബാർക്ക് റേറ്റിംഗിൽ തന്നെ 6ാം സ്ഥാനത്തേക്ക് എത്തി. ആദ്യ റേറ്റിംഗ് ചാർട്ടിൽ ന്യൂസ് മലയാളത്തിന് 17.45 പോയിന്റാണ് ഉള്ളത്. നഗരപ്രദേശങ്ങളുടെ റേറ്റിംഗിൽ മറ്റു ചാനലുകളെ പിന്തള്ളി 31.32 എന്ന താരതമ്യേന വലിയ നമ്പർ ഞങ്ങൾക്കുണ്ടായി. ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് അഥവാ ടാർഗറ്റ് റേറ്റിംഗ് പോയിന്റാണ് ഇങ്ങനെ TRP ആയിട്ട് കണക്കാക്കുന്നത്. എന്തൊക്കെ വിഭാഗം പ്രേക്ഷകർ എത്ര നേരം കണ്ടു, എത്ര സമയം ടെലിവിഷൻ ചാനലുകൾ കണ്ടു എന്നതടക്കമുള്ളവ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ കണക്കാക്കുന്നതാണ് ഈ റേറ്റിംഗ്. 1 മണിക്കൂർ, 1 ദിവസം, ഒരാഴ്ച എന്ന നിലയിൽ ഇതൊക്കെ കണക്കാക്കുന്നുണ്ട്. ഓരോ ആഴ്ചയിലും TRP റേറ്റിംഗ് പുറത്തേക്ക് വരും. ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ അഥവാ ബാർക്ക് 2010 നിലവിൽ വന്നത്. അതിനു മുമ്പ് മറ്റൊരു സംവിധാനമായിരുന്നു. പരസ്യദാതാക്കൾ, പരസ്യ ഏജൻസികൾ, ചാനലുകൾ എന്നിവയുടെ സംയുക്ത ഉടമസ്ഥതയിലാണ് ഈ ബാർക്ക് റേറ്റിംഗ്. അതിനകത്ത് സ്വാഭാവികമായിട്ടും ആന്തരത്തിൽ അവർ കണക്കിലെടുക്കുന്ന കാര്യമാണ്. 2015 മുതൽ TRP റേറ്റിംഗ് കണക്കാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ചാനൽ റേറ്റിംഗിനുള്ള ഔദ്യോഗിക മാനദണ്ഡം ബാർക്കാണ്. 2015 മുതലാണ് അത് നിലവിൽ വന്നിരിക്കുന്നത്. ടെലിവിഷനുകളിൽ ബാറോമീറ്റർ ഘടിപ്പിച്ച് നടത്തുന്ന സാമ്പിൾ സർവേയാണ്. രാജ്യത്താകെ 59,000 വീടുകളിലാണ് ടെലിവിഷനുകളിലാണ് ഈ ബാരോമീറ്റർ സംഘടിപ്പിച്ചുള്ളത്. വരുമാനം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എല്ലാം കണക്കാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 11 സൂചകങ്ങൾ അടിസ്ഥാനമാക്കി 12 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ടെലിവിഷൻ കാണുമ്പോൾ വ്യൂർ ID ബട്ടൺ അമർത്തും. മീറ്റർ സംഘടിപ്പിച്ച വീടുകളിലെ ഓരോ അംഗങ്ങൾക്കും പ്രത്യേകം ID ഉണ്ട് എന്നതൊക്കെ അതിൻ്റെ വിശദാംശങ്ങളാണ്. ഇതുപ്രകാരം TRP കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപ്രകാരം ഓരോരുത്തരും ചാനൽ കണ്ട സമയം രേഖപ്പെടുത്തപ്പെടും. ഇങ്ങനെ പ്രായലിംഗ വ്യത്യാസം അനുസരിച്ച് അഭിരുചികൾ കണ്ടെത്തും. സ്വാഭാവികമായിട്ടും ഇത്തരം സംവിധാനങ്ങൾക്കെല്ലാം ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അത് വെച്ചാണ് പരസ്യം അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ നോക്കുന്നത്. അതാണ് ബാർക്ക്. ആ ബാർക്കിംഗ് റേറ്റിലാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന 10ാം മാസം 6ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ചില്ലറ കാര്യമല്ലത്. അല്ല, അത് മാത്രമല്ല, ഈ ബാർക്ക് റേറ്റിംഗ് ഇപ്പോൾ ബാർക്കിൽ നമ്മൾ ഈ തരക്കേടില്ലാത്ത ഒരു നേട്ടം കൈവരിച്ചു എന്നത് ഇങ്ങനെ വിശദാംശങ്ങൾ പറഞ്ഞു തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളുടെ തടവുകാരാണ് നമ്മൾ എന്ന് ഇവർക്ക് ഒന്നുകൂടി പ്രേക്ഷകർക്ക് ബോധ്യമാവും. ഇതിലൊരു കാര്യം, നമ്മളിത് 6ാം സ്ഥാനത്തല്ലേ, 1, 2, 3, 4, 5 വേറെ കിടപ്പില്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരും. അതൊക്കെ ഇത്രയും വലിയ കാര്യമായിട്ട് പറയേണ്ടതുണ്ടോ? പക്ഷെ അത് വലിയ കാര്യമാവുന്നത്, തീർച്ചയായും അതൊരു വലിയ കാര്യമാവുന്നത് കഴിഞ്ഞ കുറഞ്ഞ കാലയളവിനുള്ളിൽ, അതായത് ഈ ചാനൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 മാസത്തിനിടെ. അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ 6ാമത് നമ്മൾ പൊസിഷൻ ചെയ്തിരുന്നു. അത് സ്ഥിരമായിട്ടല്ല, 6ാമതേക്ക് നമ്മൾ എത്തിയിരുന്നു. പക്ഷേ അത് സംഭവിച്ചിട്ടില്ലാത്തതാണ് മുമ്പ്.
കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് എന്തായാലും ഇങ്ങനെ ഒരു ചാനൽ വന്നതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ഈ റേറ്റിംഗ് ഒന്നാം സ്ഥാനത്തുള്ള ചാനൽ 5 വർഷം ഞാൻ വർക്ക് ചെയ്തതാണ്. അതെ, ഒന്നാം സ്ഥാനത്തുള്ള ചാനലും 2ാം സ്ഥാനത്തുള്ള ചാനലും വർഷം വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ വെച്ച് നോക്കുകയാണ് അത്ഭുതകരമാണിത്. കാരണം ഇത്രയും ചുരുങ്ങിയ കാലത്തിനകത്ത് ഇവിടം വരെ എത്തി. അതെ അതെ അതെ, തീർച്ചയായും. അതാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത്, നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു 4 ലോഞ്ചിൽ ഞാൻ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് നമുക്കറിയാം ഒരു ചാനൽ തുടങ്ങി എത്ര കാലം കൊണ്ട് ഈ റേറ്റിംഗിലൊക്കെ പെർഫോം ചെയ്യും എന്നുള്ളത്. അങ്ങനെ നോക്കിയാൽ ഇത് വലിയ നേട്ടം തന്നെയാണ്. അതിൽ തന്നെ ഈ ഡാറ്റ ജേർണലിസത്തിന്, ഗൗരവമുള്ള മാധ്യമ പ്രവർത്തനത്തിന്, ആഴത്തിലുള്ള വിവരങ്ങൾക്ക് അല്ലെങ്കിൽ ബഹളങ്ങൾക്കല്ലാതെ ഈ വിവരങ്ങൾ അറിയാനൊക്കെ ആളുകളുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ്. കേരളം അർഹിക്കുന്ന ചാനൽ എന്ന് നമ്മൾ തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. ഇത് ഈ ഒരു ഏരിയ മാത്രം, ഈ ഒരു ഭാഗം മാത്രം ഞങ്ങൾ RDSൽ ശബ്ദം കുറച്ച് താഴ്ത്തിയിട്ടാണ് പറയുന്നത്. ഞങ്ങൾ വളരെ വിനയത്തോടെയാണ് നിൽക്കുന്നത്, അല്ലാതെ അഹങ്കാരത്തോടെ അല്ല. ഞങ്ങൾ വളരെ വിനയത്തോടെയാണ് ഈ കാര്യം പറയുന്നത്. കാരണം ഇതൊരു നേട്ടമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അത് സ്വാഭാവികമായിട്ടും പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നാണ്. ഇതൊരു ഉത്തരവാദിത്തം കൂടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ഉത്തരവാദിത്തം പാലിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ വലിയ മാധ്യമ പെരുക്കത്തിനിടയിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാവുന്ന ഒരു അവസരം കിട്ടിയത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് നിങ്ങൾ തന്നിരിക്കുന്ന ഉത്തരവാദിത്തം ഇനിയും പാലിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ആവർത്തിക്കുന്നു, ഗിമ്മിക്കുകളല്ല, വസ്തുതകൾ മാത്രമാണ് ന്യൂസ് മലയാളത്തിൻ്റെ പരിഗണന. വാർത്തയുടെ നേരിൽ മാത്രമാണ് ഞങ്ങളുടെ വിശ്വാസം. ഒപ്പം നിങ്ങൾ പ്രേക്ഷകരെയും ഇനിയും ഞങ്ങൾ പക്ഷം പിടിക്കും, ശരിപക്ഷം മാത്രം. പതിറ്റാണ്ട് പിന്നിട്ട ചാനലുകളെ മറികടന്നാണ് ന്യൂസ് മലയാളം ബാർക്ക് റേറ്റിംഗിൽ മുന്നേറ്റമുണ്ടാക്കിയത്. ന്യൂസ് ചാനലുകളുടെ ധാരാളിത്തമുള്ള കേരളത്തിൽ ന്യൂസ് മലയാളത്തെ കാണാൻ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്കൊപ്പം നിന്ന പ്രേക്ഷകർ തരുന്നത് വലിയ ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾക്കറിയാം. ആ വിശ്വാസം 1000 മടങ്ങായി ന്യൂസ് മലയാളം തിരികെ തരും. തമ്മിൽ തർക്കിക്കുന്ന ചർച്ചകൾ, ആ തരത്തിൽ മോശം എന്ന് ചിലരെങ്കിലും കണക്കാക്കുന്ന ചർച്ചകൾ ഒഴിവാക്കി വാർത്തകൾക്ക് ഒന്നാം പരിഗണന നൽകുന്ന ശൈലിയുമായി ഇനിയും ന്യൂസ് മലയാളം മുന്നോട്ട് പോകും. ഇന്ത്യയിലെ ആദ്യത്തെ AR, VR, XR ന്യൂസ് സ്റ്റുഡിയോയിൽ നിന്ന് കൂടുതൽ വൈവിധ്യമാർന്ന വാർത്താധിഷ്ഠ പരിപാടികൾ ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തും.